അതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അനോമിയ. രണ്ടാമത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ദ വൂണ്ട് ഓഫ് ലാസറേഷൻ. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. അസീബിയ, ആദരവനും ഭക്തിക്കും എതിരായി ഏറ്റ മുറിവ്, അതായത് ഛിന്ന ഭിന്നമാക്കപ്പെട്ട മുറിവ്. പ്രധാനമായും ശരീരത്തിന് പുറത്ത് യേശുവിന് ഏൽക്കേണ്ടതായി വന്ന മുറിവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മളെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് യേശുവിന്റെ ശരീരത്തിലേറ്റ മൂന്നാമത്തെ മുറിവിലേക്കാണ് നമ്മൾ വരുന്നത്. മൂന്നാമത്തെ മുറിവ് ദ വൂണ്ട് ഓഫ് പെനിട്രേഷൻ. പെനിട്രേഷൻ, PENETRATION, PENETRATION, the wound of penetration. മത്തായി 27 മുതൽ 31 വരെ. മാത്യു 27 to 31. The wound of penetration. അതിന്റെ ഗ്രീക്ക് പദം അഡീക്കിയ, ADIKIA. ഈ മുറിവും ഈ പദവും പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ മുറിവ്. അത് ആ മുറിവ് പ്രതിനിധാനം ചെയ്യുന്നത് നീതിയും സത്യവും തള്ളുക, അസത്യം സ്വീകരിക്കുക. നീതിയും സത്യവും തള്ളുക, അസത്യം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കൂർത്ത മുള്ളുകൾ തുളച്ചു കയറിയ മുറിവ്. കൂർത്ത മുള്ളുകൾ തുളച്ചു കയറിയ മുറിവ്. ഒരു ഹൈഫനിട്ടിട്ട് തലയിൽ കൂർത്ത മുള്ളുകൾ തുളച്ചു കയറിയ മുറിവ് തലയിൽ. ഇനി നമുക്ക് ചിന്തയിലേക്ക് വരാം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ പ്രസ്തുത ആ പോർഷൻ റെഫറൻസ് എന്ന് വായിച്ചാൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. 27 മുതൽ 31 വരെ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു അവന്റെ മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അയച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് കൃത്യമാണ്. മറ്റു പല ഭാഗങ്ങളും സിനോപ്റ്റിക് ഗോസ്പൽസിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ആസ്ഥാനത്ത്, അതായത് അതിന്റെ മെയിൻ പ്ലേസിൽ യേശുവിനെ കൊണ്ടുവന്നിട്ട് യേശുവിന്റെ വസ്ത്രം ഊരിയിട്ട് യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. അപ്പം ഈ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഇത് നിങ്ങൾ ഓർക്കണം, നമ്മൾ ആ വചനത്തിൽ കൂടെ നന്നായിട്ട് യാത്ര ചെയ്യണം. നമ്മള് മൂന്നാമതായിട്ട് യേശുവിന്റെ മുറിവാണ് പഠിക്കുന്നത്. ആ മുറിവ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ തലഭാഗത്ത് ഏറ്റ മുറിവ്, തുളച്ചു കയറിയ മൂലമുണ്ടായ മുറിവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓർക്കണം, യേശു ഈ സ്ഥിതിയിൽ പിടിക്കപ്പെട്ട് വരുമ്പോൾ ഇവർ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. എന്നാൽ ഈ മുൾക്കിരീടം വെക്കുവാൻ ആൾക്കാർ പ്രേരിതരായി. കാരണം യേശു യഹൂദന്മാരുടെ രാജാവ്. അവന് മുമ്പേ പറഞ്ഞു, അതാണ് അതിൽ എഴുതുന്നതൊക്കെ, അതൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇവരുടെ തലമണ്ടയ്ക്കകത്ത് ഈ ചിന്ത കയറി, ഇവൻ രാജാവാണെന്ന് പറഞ്ഞു. രാജാവിനാണ് കിരീടവും ചെങ്കോലും ഉള്ളത്. അതിന് പകരമായിട്ടാണ് യേശുവിന്റെ കയ്യിൽ ഒരു കോല് കൊടുത്തു, തലയിൽ ഒരു കിരീടം അടിച്ചു. പക്ഷെ ആ കിരീടം മുൾക്കിരീടമാണ്. എന്തുകൊണ്ടാണ് യേശുവിന്റെ തലയിൽ ഈ മുൾക്കിരീടം അടിച്ചത്?
കിരീടത്തിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെങ്കിൽ മുൾക്കിരീടം അടിക്കുവാൻ അതിന്റെ പുറകിൽ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം നിറവേറിയെങ്കിൽ മാത്രമേ ഈ യേശുവിന്റെ ക്രൂശീകരണം കൊണ്ടും കാര്യം ആകുന്നുള്ളൂ. അല്ലാതെ യേശുവിനെ എങ്ങനെങ്കിലും മറ്റൊരാളെ കൊന്നതുപോലെ അല്ല യേശുവിനെ ക്രൂശിച്ച് കൊന്നത്. നമ്മൾ ഓർക്കണം, യേശുവിനോടൊപ്പം രണ്ടുപേരെ, അതായത് ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെ കൊന്നിരുന്നു. പക്ഷെ ആ നിലയിലല്ല യേശുവിന്റെ ക്രൂശീകരണം നടന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ നിലയിൽ നടക്കുവാൻ, എസ്പെഷ്യലി തലയിൽ ഈ നിലയിൽ കിരീടം, മുൾക്കിരീടം അടിച്ചിറക്കുവാൻ അതിന്റെ പിന്നിൽ ഒരു പ്രവചനമുണ്ട്. അത് കാണുമ്പോഴാണ് ഈ മുൾക്കിരീടത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ മുള്ള് എവിടുന്നുണ്ടായി, ഈ മുള്ള് എവിടുന്നുണ്ടായെന്ന് വരുമ്പോഴാണ്, ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ മുള്ള് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഈ മുള്ള് എപ്പോഴാണ് ഉണ്ടായത്? ശാപം മൂലം ഉണ്ടായത്. നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചാട്ട്. ജനസിസ് ചാപ്റ്റർ 3 verses 17 and 18. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും പിന്നീട് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. മുള്ളും പറക്കാരെയും നിനക്ക് ഈ ഭൂമിയിൽ നിന്നും മുളയ്ക്കും എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നാണ് ഈ മുള്ളും പറക്കാരെയും ഉണ്ടായത്. അപ്പോൾ എപ്പോൾ ദൈവത്തിന്റെ ശാപം മനുഷ്യൻ ഏറ്റുവാങ്ങി, അപ്പൊ നമ്മൾ ഓർക്കണം, 2-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് 2-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി. അവൻ തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും അവിടെയാക്കി. നന്നായിട്ടെല്ലാം അവിടുത്തെ നദികളൊക്കെ പോയി നല്ല വിസ്തൃതമായി, നല്ല ഫലഭൂയിഷ്ടമായുള്ള മണ്ണ് എല്ലാം നന്നായിട്ട് വന്നു. ആ സമയത്ത് ഒരു മുള്ളേൽ ആദാം ചവിട്ടിയിട്ടില്ല, ഹവ്വ ചവിട്ടിയില്ല. അവർക്ക് മുള്ളിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവർക്ക് കാടും പടപ്പും ഒന്നും അവർക്കുണ്ടായില്ല. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ കൃഷിയും അവരുടെ ജീവിതവും മുമ്പോട്ട് പോയി. എന്നാൽ പൈശാചികന് വശംവദമായപ്പോൾ ആ ഭൂമി ദൈവത്താൽ ശപിക്കപ്പെട്ടു. ആ ദൈവത്തിന്റെ ശാപം വന്നത് തന്റെ, ഓർക്കണം, ഇത് ആരെയാ ശപിക്കുന്നത് അറിയാമോ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ നിങ്ങൾ യാത്ര ചെയ്യണം. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും താൻ തന്നെ കരം കൊണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ തൊഴിലാളി എന്ന് പറയുന്നത് ദൈവമാണ്. ഓക്കെ, അപ്പോൾ ദൈവം താൻ തന്നെ തന്റെ കരം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തന്റെ ഇപ്പൊ നമുക്കൊക്കെ ഈ ജീവശാസ്ത്രവും ആത്മാവും വന്നു. പക്ഷേ ഇത് പണ്ട് പുരാതനമായ അപ്പനപ്പന്മാരുടെ കാലം പോലെ വന്നു. പക്ഷേ റിയലി ദ ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ആരാണ്? ആദമാണ്. അപ്പൊ ആ ആദം, അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നേരിട്ട് സൃഷ്ടിച്ച് ദൈവത്തിന്റെ ഐഡിയോളജിയിൽ വന്ന, എല്ലാം കൃത്യമായി വന്ന ദൈവത്തിന്റെ ശ്വാസം, ഒന്നോർത്ത് വയ്ക്കേ, ദൈവത്തിന്റെ ഉച്ഛ്വാസവായു നേരിട്ട് മൂക്കിൽ കയറിയത് ആരുടേതില്ല? ആദവന്റേതില്ല. ആ ആദവിനെ ദൈവം ശപിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഉള്ളിലെ പെയിൻ എത്ര വലുതാ. സിമ്പിൾ വേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ആ ദേഷ്യത്തിൽ നമ്മൾ അവരെ അടിക്കും. പക്ഷെ അടിക്കുമ്പോഴും അടിച്ച മൂച്ചെന്ന് പോയി കഴിഞ്ഞാൽ കയ്യിലോ കാലയിലോ ഏത്തക്കാപ്പം പോലെ ചൂരലിന്റെ പാട് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മള് അവര് കാണാതെ ഒന്ന് നോക്കും, അല്ലെ, അത് പൊങ്ങിയോ താണോ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കും. കാരണം ആസ് എ ഫാദർ അല്ലെ ആസ് എ പേരൻസ് നമ്മൾ നോക്കും. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടിച്ച മനുഷ്യനെ ശപിച്ചപ്പോൾ ആ അപ്പന്റെ വേദന എത്ര വലുതാ സ്വർഗത്തിലെ ദൈവം. അപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആ ശപിച്ച സമയത്ത് തന്നെ ആ ശാപം ഏറ്റെടുക്കുവാൻ ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവം ഉള്ളത്തിൽ തീരുമാനിച്ചു. അങ്ങനെ ഏറ്റ ശാപവസ്തുവായ മുള്ള്, ആ ശാപവസ്തു തന്റെ പുത്രന്റെ തലയിൽ കൂടെ അടിച്ച് ആ ശാപം എന്നേക്കുമായി സ്വർഗത്തിലെ ദൈവം നിർവീര്യമാക്കി കളഞ്ഞു.
മനസ്സിലായോ? ആ ശാപത്തെ തന്റെ പുത്രൻ, വേറെ ആരെയുമല്ല ഏൽപ്പിച്ചത്, തന്റെ പുത്രന്റെ തലയിൽ അത് ആഞ്ഞടിച്ച് ആ കുത്തിയേറ്റ മുറിവുകൾ യേശുവിന്റെ തലയിൽ അടിച്ചപ്പോൾ തന്റെ പിതാവായ ദൈവത്തിന്റെ വായിൽ കൂടെ വന്ന ആ ശാപവാക്കുകൾ എന്നേക്കുമായി ഇല്ലാതെയാകുക. അപ്പൊ നമ്മൾ ഓർക്കണം, ആ കൂർത്ത മൂത്ത മുള്ളുകൾ കൊള്ളുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. ആ മുള്ളുകൾ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് അറിയാൻ പറ്റും എത്ര വലുതാണ്. ഞാനത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളതിന്റെ പെയിൻ മനസ്സിലാക്കണം. ഇത് ഞാനൊരു നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്ന സാധനമാണ്. ഒരു 6 വർഷമായി 7 വർഷമായി ഇതെന്റെ കയ്യിലുണ്ട്. ഇത് റിയൽ മരത്തേലെ തന്നെ എടുത്ത എന്റെ 7 പീസ് ഉണ്ടായിരുന്നു. ദേവദാസന്മാർ 6 എണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി. മനസ്സിലായോ? ഇത് റിയൽ യേശുവിന്റെ തലയിൽ അടിച്ച ആ മരത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇത് ലാസ്റ്റ് എന്റെ ഉണ്ടായിരുന്ന 3 പീസിലായിട്ടാണ് ഞാൻ ലാസ്റ്റ് കോടതി പള്ളി ഇത് ഗുഡ് ഫ്രൈഡേക്ക് പ്രസംഗിക്കാൻ പോയ സമയത്ത് അവിടെ വന്ന 2 അച്ഛന്മാർ എന്റെ കൊണ്ടുപോയി ഓരോന്ന് ചെയ്ത്. ഇത് ആ മരത്തിൽ ഇപ്പൊ ഹോളിലാൻഡിൽ പോകുന്നവർക്ക് ആ മരം കമ്പേൽ താങ്ങി നിർത്തിയിരിക്കുന്ന കാണാൻ പറ്റും. എനിക്കൊന്ന് ലാസ്റ്റ് ദാസ്റ്റാം വരെ പോയപ്പോൾ ആ മരമായിട്ട് റിയലുണ്ടായിരുന്നു. പിന്നെ അവിടെ അതൊരു കാറ്റിൽ ഇത് വീണുപോയി. പക്ഷെ അത് അവർ നിർത്തിയിട്ടുണ്ട്. ഇതൊന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇതാണ് സാധനം. ഇത് ഇത്രയും ഈ മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ളാവട്ടെ. 7 വർഷമായിട്ട് ഇതെന്റെ ഇരുന്നിട്ട് ഒരു ഉണക്കൽ പറ്റും. നമ്മുടെ മനുഷ്യൻ ഇന്ന് ഉണങ്ങിപ്പോകുന്നു. പക്ഷെ ഇതിനൊരു ഉണക്കൽ പോലും പറ്റുന്നില്ല. ഈ മുള്ളാണ്, കൂർത്ത മുള്ളാണ് യേശുവിന്റെ തലയിൽ അടിച്ചു കയറി. ഓർത്ത് നോക്കിയേ, ഇതിന്റെ ഗൗരവം എത്ര വലുതാണ്. ഇത് തലയിൽ അടിച്ച്, ഇത് ഞാനിങ്ങനെ പറഞ്ഞില്ലേ, ഒരു നിധി പോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഈ മുള്ളുകൾ യേശുവിന്റെ തലയിൽ കയറി. അപ്പം ഞാനിത് കാണുന്നവരെ എപ്പോഴും ഇത് മനസ്സിലാക്കുന്നതിന് ഓർക്കുന്നത്, നമ്മുടെ മുമ്പിലുള്ള മുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുഭാഷ വരെ കട്ടകാരം മുള്ള്. അതൊരു ഇത്ര നീളം വരും. കട്ടകാരം മുള്ള് ഭയങ്കര വിഷമുള്ളതും ഭയങ്കര. പിന്നെ നമുക്കറിയാവുന്നത് ഈ നാരകത്തേലുള്ള മുള്ളുകളും അങ്ങനെയൊക്കെ. പക്ഷെ ആ നാരകത്തിലുള്ള കുറെ അങ്ങ് വളഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കട്ടി വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നീളമുള്ളത്. അപ്പം ഇത് ഞാനിത് കണ്ട എന്നെ ശ്രദ്ധ വെച്ച് ഇത്രയും വലിപ്പമുള്ള മുള്ളുകൾ ഞാൻ ഇതുവരെ വേറെ ഒന്നും കണ്ടില്ല. അപ്പം ഈ ഭൂലോകത്തിൽ ദൈവത്തിന്റെ ശാപവാക്ക് കേട്ട് എവിടെ എത്ര വലിയ മുള്ളുണ്ടായാലും അതിനെക്കാട്ടിലും വലിയ മുള്ളാണ് യേശുവിന്റെ തലയിലടിച്ച് ലോകത്തിലുള്ള ഏത് വലിപ്പമുള്ള മുള്ളിനെയും അതോടെ കർത്താവ് നിർവീര്യമാക്കി കളഞ്ഞു. അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പഠനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ തലയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം യഹൂദന്മാർ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി മുള്ള അടിച്ചുവെങ്കിൽ അത് വെറുതെയല്ല, തന്റെ പിതാവായ ദൈവത്തിന്റെ വായിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ ശാപത്തെ തന്റെ മകന്റെ ശിരസിൽ കൂടെ അത് ടോട്ടലി നിർവീര്യമാക്കി ആ ശാപം തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിനെ തിരിച്ച് വലിച്ച് എടുത്തു കളയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ അതിനോട് ചേർന്നൊരു മർമ്മം കൂടെ പറഞ്ഞു പോകാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബ ജീവിതത്തിലോ നമ്മുടെ ഏതെങ്കിലും ആത്മീയ മേഖലകളിൽ, നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ കുടുംബങ്ങളിലോ ഏതെങ്കിലും വിധ ശാപങ്ങൾ പിന്തുടരുന്നു എന്നൊരു തോന്നൽ ഏതെങ്കിലും വിധങ്ങളിൽ നമുക്ക് തോന്നിയാൽ ഇന്ന് രാത്രി ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. കാരണം ഏത് ശാപത്തെ നിർവീര്യമാക്കാൻ വേണ്ടി യേശുവിന്റെ തലയിൽ ആ മുള്ള അടിച്ചു കയറി. ആ യേശുവിന്റെ മുൾക്കിരീടത്തിൽ കൂടെ എന്റെ നിങ്ങളുടെ ശാപങ്ങൾ എന്നേക്കുമായി പുറത്തു വന്നു. അത് എന്നേക്കുമായി ഇല്ലാതായി. ആ ഒരു ശക്തി നമ്മൾ വ്യാപരിക്കണം, അല്ലെ? അതുകൊണ്ട് യേശുവിന്റെ തലയിൽ ശാപവസ്തുവായ മുള്ളിൽ കൂടെ, യേശുവിന്റെ തലയിൽ കൂടെ വരുന്ന മാനവ ലോകത്തിന്റെ, തന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സകല ശാപങ്ങളെയും സ്വർഗത്തിലെ ദൈവം തിരിച്ചു പിടിക്കുകയാണ്. അപ്പൊ ഇനി ഒരു ശാപത്തിനും ഒരു ദോഷത്തിനും നമ്മുടെ മേലോ നമ്മുടെ കുടുംബത്തിന്മേലോ അവകാശമില്ല. ഇനി നമ്മൾ പറയരുത്. അത് നമ്മുടെ ആത്മാവിൽ അത് ഏറ്റെടുത്തത് പ്രാപിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മിലേക്ക് വരും. കാരണം ഒരിക്കലായി അവൻ ശാപത്തെയും രോഗത്തെയും പാപത്തെയും ദോഷത്തെയും അവൻ ക്രൂശിൽ ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ഈ മുള്ള അടിക്കുവാനുള്ള കാരണം ഈ ഒരു ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ വായിൽ നിന്നും വീണ ഒരു ശാപം ഭൂമിയിൽ കിടക്കുകയാണ്.
അത് മാറുവാൻ ഇതാ യേശുവിന്റെ തലയിലേക്ക് മുൾക്കിരീടം അടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാ. അല്ലാതെ ഈ യഹൂദന്മാര് നേരത്തെ പ്ലാൻ ചെയ്ത, പക്ഷെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ചെയ്തുവെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, രാജാതി രാജാവായ കർത്താവിന്റെ തലയിൽ നോക്കിക്കാട്ടെ, കിരീടത്തിന് പകരം മറ്റൊരു മുൾക്കിരീടം. രാജാതി രാജാവായ യേശുവിന്റെ കയ്യിൽ ചെങ്കോലിന് പകരം അവർ പറയുന്നു കോൽ അവന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ആ ഭാഗം വായിച്ചൊന്ന് ശ്രദ്ധിച്ചു കാണും. നമ്മൾ ഇതേ കാണും. എന്നാൽ കോല് കൊണ്ട് യേശുവിന്റെ എവിടെ അടിച്ചെന്നാ? തലയിൽ അടിച്ചു. അത് നമ്മൾ സാറിന് ഈ പാഷൻ വീക്കിലൊന്നും പറയാത്ത ഒരു കാര്യമാണ്, ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. മുൾക്കിരീടം അടിച്ചത് കൂടാതെ കോല് കൊണ്ട് അടിച്ചു. അതെന്തിനാ അടിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്തിനാ അടിച്ചത്? കാരണം ഞാൻ അതിനെക്കുറിച്ച് വളരെ ഗഹനമായി 3-4 പേരോട് ചോദിച്ചു. ഇവിടെയല്ല, അവിടെ ഹോളി ലാൻഡിൽ പോയ സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോട്, ഈ ഹാനിയോട്, റാംസിയോട്, ഇവരോടൊക്കെ, റെഡ്വാനോടൊക്കെ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. ഒരു പറഞ്ഞത് കോല് കൊണ്ട് അടിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് ആണി അടിച്ച, അല്ലെ, വേദോസ്തത്തിൽ അങ്ങനെയല്ലേ, തലയിൽ കോല് കൊണ്ട് അടിച്ചതായ ആണി അടിച്ചാൽ ആ ആണി കൃത്യമായിട്ട് കേറിയില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? അത് വീണ്ടും അടിച്ച് കയറ്റും. അത് കറക്റ്റ് ഉറപ്പിക്കും. അപ്പോൾ അവർ കോല് കൊണ്ട് യേശുവിന്റെ തലയിൽ അടിച്ചതാണ്. തലയിൽ ഓൾറെഡി മുൾക്കിരീടം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഇതുകൊണ്ട് തലയിൽ അടിച്ചപ്പോൾ എവിടെയെങ്കിലും അല്പം കയറാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ അടിയുടെ ഊക്കുകൊണ്ട് യേശുവിന്റെ തലക്കകത്ത് ബാക്കിയുള്ള ഭാഗങ്ങളും കയറി. അപ്പൊ നിർത്തി, ഇത്രയും ഉള്ള ഈ മസ്തിഷ്കത്തിനകത്തൂടെ ഈ തലയോട്ട് കിഴിച്ച് അകത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അവസ്ഥ, അല്ലെ? ഒരു മനസാക്ഷിയും ഇല്ലാതെ ഇത് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ തറപ്പിക്കുക, വെച്ചങ്ങ് അമുക്കുകയായിരുന്നു. അപ്പൊ അത് കയറുന്നതിനൊരു പരിധിയുണ്ട്. അതിന്റെ ബാക്കി ഭാഗം കൂടെ അവർ അടിച്ചു കയറ്റി അസത്യത്തെ സ്വീകരിക്കുക. കാരണം അവർ പറയാണ്, എന്നിട്ട് ഇത് കിരീടം വെപ്പിച്ച് കോല് കൊണ്ട് അടിച്ചിട്ട് യേശുവിനെ അവിടെ ഇരുത്തിയിട്ട് അവർ ചെയ്തത് അവന്റെ മുഖത്ത് അവർ തുപ്പി. എന്നിട്ട് അവർ വിളിച്ചു പറയാണ്, രാജാവേ ജയ ജയ, അല്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കണം, ദ വൂണ്ട് ഓഫ് പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നീതിയും സത്യവും തള്ളുക എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നെന്ന് പറഞ്ഞ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞിട്ട് അസത്യത്തെ അവർ സ്വീകരിച്ചു. അവര് പുച്ഛിച്ച് തള്ളി, സത്യത്തെ അവർ തള്ളിക്കളഞ്ഞിട്ടാണ് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലം മടക്കിയിരുന്നിട്ട് അവർ യേശുവിനോട് ജയ ജയ എന്നവർ വിളിക്കുകയാണ്. യേശുവിന്റെ വസ്ത്രം പിടിച്ചു മാറ്റിയവർ, എന്നിട്ടാണ് അവരെ അങ്കി ധരിപ്പിച്ചിട്ട് ഈ നിലയിൽ യേശുവിനെ പരിഹസിച്ച് കോലുകൊണ്ട് യേശുവിന്റെ ശരീരത്തെ അടിക്കുവാനിടയായി. അപ്പൊ ഓർക്കുക, മൂന്നാമത്തെ യേശുവിന്റെ ശരീരത്തിലെ മുറിവ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് തുളച്ചു കയറിയ മുറിവ്. അപ്പം ഇന്ന് രാത്രി ഈ തലയ്ക്ക് തുളച്ചു കയറിയ മുറിവിൽ കൂടെ നമുക്ക് ലഭ്യമായത് മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്ന ശാപത്തെ സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ കാൽവറി കൊലക്കളത്തിലെ യാഗത്തിൽ കൂടെ എന്നേക്കുമായി എടുത്തു കളയുകയായിരുന്നു. അപ്പം ഞാനതിനെ ഇങ്ങനെയും കൂടെ ചിന്തിക്കുകയാണ്, മുള്ളു ശരിക്ക് കയറാതെ ഏതെങ്കിലും ഭാഗത്തിരുന്നാൽ അതും കൂടെ യഹൂദന്മാർ കോല് കൊണ്ട് അടിച്ചു കയറ്റിയപ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ ശാപത്തിന് ഇനി ഒട്ടും സ്ഥാനമില്ല. അവസാന തുള്ളി വരെയും അവസാനത്തെ മുല വരെയും യേശുവിന്റെ ശരീരത്തിൽ അവർ അടിച്ചു കയറ്റി. അതുകൊണ്ട് അതിന്റെ ഒരു ബാക്കി നമുക്കുണ്ട്, അതിന്റെ ഒരു വാങ്ങൽ എന്റെ കൊച്ചിനുണ്ട്, എന്റെ കുടുംബത്തിനുണ്ട്, അതിന്റെ ഒരു പോരായ്മയുണ്ടെന്ന് പറഞ്ഞ് ആരും ഭാരപ്പെടേണ്ട. സകല വാങ്ങലും കോടും മൂലയും മുക്കും യേശുവിന്റെ ശരീരത്തിലേക്ക് മുറിവിൽ കൂടെ മാറിപ്പോയി. ദൈവത്തിന്റെ ശാപത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കൂടെ ചിന്തിക്കണം. ഞാനതിനെ ഇങ്ങനെ ആത്മാവിൽ കാണുകയാണ്. ശരീരത്തിനകത്തോട്ട് ഈ ഇത്രയും ചുറ്റിലുമുള്ള തുളച്ചു കയറിയപ്പോൾ ഓരോ തുള്ളി രക്തവും ആ സുഷിരത്തിൽ കൂടെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീണ രക്തം നമ്മുടെ കുടുംബ പാരമ്പര്യ ശാപങ്ങളുടെ മേലോട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചെഴുന്നേക്കണം. ഞാൻ അതിന്റെ കണ്ടാൽ ഇപ്പോൾ പോയി കണ്ടിട്ടില്ലാത്ത ഒരു റിയലി ആ മുള്ളു കണ്ടല്ലോ, അതിന്റെ ഗൗരവത്തോടെ അതേ എനിക്ക് നീ മുള്ള
കേട്ടോ, യേശുവിന്റെ ശരീരത്തിൽ അടിച്ച മുള്ള, അതായത് ഇതിനുവേണ്ടി അവർ ചെയ്ത മുള്ളാണ്, ഈ മുള്ളാണ്. അപ്പൊ ഈ വട്ടത്തിൽ യേശുവിന്റെ തല അടിച്ചതാണ്. അപ്പൊ ഇത് അടിച്ച് കയറുക. അപ്പൊ ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ച് വേണ്ടി എഴുന്നേൽക്കുവാൻ ഞാൻ കണ്ടു അതിന്റെ ഗൗരവം. എന്റെ കണ്ണിന് മുമ്പിൽ റിയൽ മുള്ളായിട്ട് കണ്ടു, അല്ലെ? ഇങ്ങനെ ചുറ്റിയാണ് യേശുവിന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുള്ള് എന്റെ ജീവിതത്തിന്റെ ഇന്ന ശാപത്തെ, അല്ലെ, എന്റെ ജോലിയോട് പോരാടുന്ന, എന്റെ കുഞ്ഞിനോട് പോരാടുന്ന, പഠനത്തോട് പോരാടുന്ന, അല്ലെ, പല പല ഭാഗങ്ങളോട് പോരാടുന്ന. ഇന്നലെ ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് വിടുകയുണ്ടായി. നാട്ടിൽ നിന്നാണ്, ആലപ്പുഴ ഭാഗത്തുനിന്നാണ് വിടുകയുണ്ടായി. മോള് മിടുക്കുക, സ്കൂളിൽ ഇതുവരെ മിടുക്കുക, 10th ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറായി, എല്ലാത്തിനും മിടുക്കുക. പക്ഷെങ്കിൽ ഇപ്പം മോഡല് വന്നപ്പോഴത്തേന് മാത്സിന്റെ എക്സാം വന്നപ്പോൾ മിടുമിടുക്കുക കൊച്ചാ, അവർക്ക് മാത്സ് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആകെ ഭാരം, അമ്മയ്ക്ക് ഭാരം, എല്ലാവർക്കും ഭാരം. സ്കൂളിന്റെ പ്രതീക്ഷയാണ് കുട്ടി എന്ന് പറയുന്നത്. ആകെ ഭാരമാണ്. ഞാൻ ഇന്ന് ആ സഹോദരിയോട് ഞാൻ തിരിച്ച് എന്നെ വിളിച്ചോടെ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ധ്യാനത്തിൽ കൂടെ ഞാൻ പറഞ്ഞു, യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം കുഞ്ഞിന്റെ കയ്യിലോട്ടും കുഞ്ഞിന്റെ തലയിലോട്ട് വീഴാൻ നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അവിടെ കയ്യിലോട്ട് വീഴുമ്പോൾ അവിടെ കയ്യെ പിടിച്ചു കെട്ടുന്ന അന്ധകാര കെട്ടുകളൊക്കെ മാറിപ്പോകട്ടെ. അവിടെ ജീവിതത്തിലോട്ട് ദൈവകൃപ വ്യാപരിക്കട്ടെ. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും വെക്കാം, നമ്മുടെ കുടുംബങ്ങളെ വെക്കാം. ഗൗരവം ഇന്ന് രാത്രിയിൽ ആ മുള്ളു കണ്ട് ഈ മുൾക്കിരീടത്തിന്റെ ലാസ്റ്റ് ഒന്നുകൂടെ അടിച്ചു കയറ്റി രക്തവും പുറത്തു വീണതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ രോഗം, ദുഃഖം, ഭാരം, പ്രയാസം, നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ സകല ശാപങ്ങളും അതിൽ കൂടെ മാറി. ഇനിയും അതിന്റെ പുറകിൽ നമ്മൾ പോകണ്ട, അതിന്റെ പുറകിൽ പോകണ്ട. കാരണം യേശുവിന്റെ രക്തത്തിൽ കൂടെ നമുക്ക് വിടുതൽ കിട്ടി. അതാണ് അസത്യത്തെ സ്വീകരിച്ചുകൊണ്ട് സത്യത്തെയും നീതിയെയും, നീതിയായ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. സത്യത്തിന് വേണ്ടി നിന്ന് യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു, അല്ലെ? അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങളിൽ എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും. നിങ്ങൾ പറ, യേശു ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും? കാരണം ഒരു പാപമില്ലാത്തവനാ. ഒന്നാണ് വേദപുസ്തകം പറയുന്നത്, അവൻ പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് യേശുവിന്റെ ശരീരത്തിലെ മൂന്നാമത്തെ മുറിവ്, പെനിട്രേഷൻ, യേശുവിന്റെ തലയിൽ തുളച്ച് കയറിയ മുള്ളുകൾ മൂലമുണ്ടായ മുറിവ്, ആ മുറിവിൽ നിന്ന് വീണ രക്തം നമ്മുടെ കുടുംബങ്ങളിൽ വീഴട്ടെ, നമ്മുടെ തലമുറകളിൽ വീഴട്ടെ. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ചില ജീവിത പരിവരുത്ത അനുഭവത്തിലോട്ട് വീഴുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? അതങ്ങോട്ട് വീഴുമ്പോൾ നമ്മൾ ഇങ്ങനെ വിശ്വസിച്ചേറ്റെടുക്കണം, യെസ്, എന്റെ ശാപത്തിന് വേണ്ടി, പാരമ്പര്യ ശാപത്തിന് വേണ്ടി യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചു. അതുകൊണ്ട് അവന്റെ അടുപ്പിടരാൻ എനിക്ക് എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. എന്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടി, എന്റെ കുടുംബത്തിന് സൗഖ്യം കിട്ടി, എന്റെ ജോലികാരത്തിന് സൗഖ്യം കിട്ടി. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിന്മേലൊക്കെ എന്റെ അപ്പൻ സൗഖ്യം നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന നിയമപ്രശ്നങ്ങള് എന്ത് ചെയ്യണം, ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അടുത്ത തീരുമാനം എന്തെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭാരപ്പെട്ടു പോകുമ്പോൾ അവിടോട്ട് ഈ യേശുവിന്റെ രക്തം, ആ രക്തം വീഴുന്നതിൽ കൂടെ നമ്മളൊരു വലിയ വിടുതലിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു. എല്ലാവരും നമ്മൾ തെറ്റായി ചിന്തിച്ചതിന് പകരം നമ്മളായിട്ടോ നമ്മുടെ പിതാക്കന്മാരായിട്ടോ ചെയ്തുകൂട്ടി എന്ത് ശാപകരമായ അവസ്ഥയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി യേശുവിന്റെ രക്തം ചുടുചോര, ഈ മുൾക്കിരീടം, നിങ്ങൾ പദത്തിലേക്ക് ഒന്ന് ഇറങ്ങണം പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഹേമിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും വ്യക്തി തോന്നുന്നുണ്ടോ? വീടിന്റെ ഏതെങ്കിലും ഭാരത്ത് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ നാട്ടിൽ എത്തിയപ്പോൾ ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ അവിടുത്തെ അമ്മാമയും അച്ചായനോട് ഇങ്ങനെ പറയുകയുണ്ടായി, മോനെ, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വീടിന്റെ ഇടത്ത് ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് എന്തോ രാത്രിയിൽ നടന്നു പോകുന്നതായിട്ട്.
ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പറയാമോ? ഹല്ലേലൂയ. എന്താണ് എന്നൊന്ന് പറയാമോ? വീടിന്റെ ഇടത്ത് ഭാഗത്തൂടെ എന്തോ നടന്നു പോവുകയാണ്. ആ നടപ്പിന്റെ ശബ്ദം, ആ ഭൂമിയുടെ ചലനം ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. എനിക്ക് മാറി മാറി രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കുവാനിടയായി. യെസ്, അവര് പറഞ്ഞത് ശരിയായിരുന്നു. അവരുടെ തൊട്ട് അപ്പുറത്ത് ഒരു വലിയ പാരമ്പര്യ ഹിന്ദു തറവാടിന്റെ കുരിയാലയായിരുന്നു. ഒരു വലിയ കുരിയാലയായിരുന്നു. അവരവിടുത്തെ പൂജയുടെ വെച്ചുപൂജയുടെ അവരുടെ ഒരു പ്രത്യേക ദിനം വരുമ്പോൾ അവിടുന്ന് ഒരു തൃപ്പൂത്തായി പോകുന്ന ഒരു യാത്ര അതുവഴിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകി. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി അവിടെ നടന്ന ഒരു മീറ്റിംഗില് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തെ ശാസിക്കുവാൻ കൃപ നൽകി. എപ്പോഴും ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുകയല്ല, അതിന്മേലുള്ള പ്രാഗൽഭ്യം ദൈവത്തിന്റെ ആത്മാവ് നൽകിയപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. ആ കാൽപാദങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ യേശുവിന്റെ രക്തം അവിടെ വീഴട്ടെ. മുൾക്കിരീടത്തിൽ കൂടെ ചൊരിഞ്ഞ രക്തം അവിടെ വീഴട്ടെ. ഞാൻ എളുപ്പത്തിന്റെ നാവില ഓർമ്മയിലത് ചൊരിഞ്ഞ രക്തം അവിടെ വീഴട്ടെ. ആ സ്ഥലത്തൂടെ ദൈവദൂതന്മാർ നടക്കട്ടെ. യാക്കോബ് കണ്ടതുപോലെ ദർശനങ്ങൾ കാണത്തക്കവണ്ണം ദൈവദൂതന്മാർ നടക്കട്ടെ. രാത്രി ഓർപ്പിച്ചതിന്റെ സാരമെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഇങ്ങനെ ചില ബാഹ്യശക്തികളാൽ പാഴ്പ്പെടുന്നവര് ഭവനത്തിലോ കുഞ്ഞുങ്ങളുടെ പേരോ ഉണർവിലോ ജീവിതത്തിലോ പാരമ്പര്യ ബന്ധനങ്ങളും ദേശാധിപതി വാഴ്ചകളും പോരിന്റെ ആയുധങ്ങളുമായി സാഗബന്ധനങ്ങളെ രാത്രി സത്യത്തെ സ്വീകരിക്കുക, അസത്യത്തെ ഒഴിവാക്കുക. മുള്ളുകൾ മൂലമുണ്ടായ യേശുവിന്റെ മുറിവ് എന്റെ ശാപങ്ങൾ മാറുവാൻ ശപിക്കപ്പെട്ട ഭൂമിയിൽ പിറന്ന ഉള്ള പറക്കാരെ എടുത്തുമാറ്റി ഇന്ന് രാത്രി ദൈവനാമത്തിൽ നമുക്ക് ആരുടെ ആത്മാർത്ഥതയോട് ഉറപ്പിച്ചു പറയാം. എന്റെ ജീവിതത്തിന്റെ മുള്ളു മാറുവാൻ ശരീരത്തിൽ മുള്ളുകൾ ആഞ്ഞടിച്ചു നിറച്ചുകയും അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ, എന്റെ കുടുംബത്തിലെ, എന്റെ മകളുടെ, എന്റെ കുടുംബത്തിന്റെ ദേശശാപങ്ങളെ, ദോഷങ്ങളെ, മുള്ളുകളെ മുമ്പിലോട്ട് കൊണ്ടുവരിക. നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ വിവാഹം കഴിച്ചു വന്ന വീട്ടിൽ കേട്ട വാർത്തകളോ, ചുറ്റുപാട് ആരെങ്കിലും പറഞ്ഞ വാർത്തകളോ, ഇതുവഴി വരത്തു പോക്കണ്ട, അങ്ങനെയാ ഇങ്ങനെയാ, പാരമ്പര്യ കെട്ടുകളുണ്ട്, നാളുകളായിട്ട് അവിടെ പലയിടങ്ങളും നേർച്ച കൊടുത്തോണ്ടിരുന്ന അത് നിർത്തിയത് കൊണ്ട് ഇന്ന സംഭവിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും ബാഹ്യ ചിന്തകൾ നിങ്ങളുടെ തലമുണ്ടയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ട്. അത് വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അതുകൊണ്ട് തിരിച്ചു ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. അതൊരു ഈസി ഗോയിങ്ങിൽ പോകാതിരിക്കാൻ കൊണ്ടവരെ തലയിൽ അടിച്ച് കയറ്റി അവന്റെ അടിപ്പിണരാൻ രാത്രി നിങ്ങൾ ഈ സ്വർഗീയ ദർശനം കാണാൻ ഇതിൽ കൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് ശാപം അങ്ങോട്ട് മാറട്ടെ. യേശുവിന്റെ രക്തം നിങ്ങളിലോട്ട് വീഴുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്ന പുറത്തു വരട്ടെ. ഇനി അത് മറഞ്ഞിരിക്കുവാൻ പാടില്ല, പുറത്തു വരണം. നിങ്ങളെ കണ്ടാൽ അത് കാണണം. യോബ് പറഞ്ഞതുപോലെ എന്നെ കണ്ടല്ല, എന്റെ കണ്ടാൽ ഞാനത് കാണും. അത് കാണട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, ശാരീരിക
മാറുമ്പോൾ മന്ന പുറത്തു. Amen. രാത്രി the wound of penitence. Hallelujah. Hallelujah. ഞങ്ങളെ ഏൽപ്പിക്കുന്ന Hallelujah. ഇതിന്റെ മക്കളെ ഏൽപ്പിക്കുക. Hallelujah. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടെ ദേശാധിപതി ശക്തികൾ, പള്ളിയുടെ നേരെ താമസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷമാണെന്നുള്ള ചിന്തകൾ, അതുപോലെ തന്നെ കാവുകൾക്ക് നേരെ, അമ്പലം തീണ്ടലിന് നേരെ, അമ്പല കുളങ്ങൾക്ക് നേരെ ക്രോസ് ചെയ്ത് പോകുന്ന ചില ദോഷവശങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കണം. എല്ലാ ശാപങ്ങളും ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ മുള്ളുകളെയും യേശു പച്ചൻ തലയിൽ സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ രക്തത്താലല്ലാതെ വിമോചനം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം പാപവും പോക്കി നമ്മെ. നിങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ശാപങ്ങളും ദോഷങ്ങളും മാറിയതിനാൽ ഈ ബലത്തോടെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.